എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 kg ചിക്കൻ, അരമുടി തേങ്ങ, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, പച്ചമുളക് എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്യാസ് ഓണാക്കി ഒരു ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെക്കുക. ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിൽ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഓയിൽ ഒഴിക്കാതെയും തേങ്ങ വറുത്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങ വറുത്തെടുക്കുന്നത്. ഓയിൽ ചൂടായതിനു ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മുടി തേങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തേങ്ങ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് തേങ്ങയുടെ കളറും ടേസ്റ്റും കൂടുന്നത്. തേങ്ങ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് റോസ്റ്റ് ചെയ്യുക. തേങ്ങ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം 4 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് അത് ചേർക്കാം. ഉള്ളിയിട്ട് നല്ല രീതിയിൽ തേങ്ങ ഇളക്കി കൊടുത്ത് ഒരു 50% റോസ്റ്റ് ആകുന്ന വരെ വെയിറ്റ് ചെയ്യാം. 50% തേങ്ങ റോസ്റ്റ് ആയതിനു ശേഷം അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എനിക്കിവിടെ ടൈം ഇല്ലാത്തത് കൊണ്ട് തേങ്ങ ഒരു 90% റോസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തേങ്ങ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് കളർ മാറിയതിന് ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ കറിക്ക് ഒരു കളറും കിട്ടും, ടേസ്റ്റും കൂടുതലാവും. ഞാനിവിടെ പൊടികളായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതാണ്. പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരയ്ക്കും നല്ല രീതിയിൽ പൊടികൾ ഇളക്കി കൊടുക്കുക. പച്ചമണമെല്ലാം മാറിയതിനു ശേഷം തേങ്ങ ഓഫാക്കി ആറാൻ വെക്കുക. അടുത്തത് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായി വന്നതിന് ശേഷം 3 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വന്നതിലോട്ട് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്നതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചേർക്കാം. ചേർത്തത് നല്ല രീതിയിൽ വഴറ്റി കൊടുത്ത് അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച തേങ്ങ അരയ്ക്കാം. വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഞാനിവിടെ മടി കാരണം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ അരച്ച് നോക്കുക. ഉള്ളി ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴണ്ട് വന്നതിലോട്ട് നമുക്ക് വലിയൊരു പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. പൊട്ടറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 kg ചിക്കനാണ്. പൊട്ടറ്റോയും ചിക്കനും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ജാറും കൂടി കഴുകി ആ വെള്ളം കൂടി ഇതിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇതുപോലെ ജാറ് കഴുകി ആ വെള്ളം കൂടി ആഡ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അരപ്പെല്ലാം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. സിമ്മ് കൂട്ടി വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഈ ടൈമിൽ നമുക്ക് ഇടാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പ് ഇടാവുന്നതാണ്. അതിലോട്ട് നമ്മളിനി എടുത്ത് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. തക്കാളി നമ്മൾ അവസാനമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. തക്കാളി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത്. ആദ്യം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് ചിക്കനെല്ലാം വെന്ത് വരുന്ന സമയത്ത് അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ചിക്കനും പൊട്ടറ്റോ ഒക്കെ നല്ല രീതിയിൽ വെന്ത് നല്ല രീതിയിൽ കുറുകി വന്നു കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ചിക്കൻ വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ടതാണ്. മറക്കല്ലേ. ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും. ബായ്.